നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊടും ചൂടിൽ ഫാൻ പോലുമില്ലാതെ രാത്രി ഉറക്കം കൂടി ഇല്ലാതാകാൻ സാധ്യത. ഇതാ കേരളത്തിൽ പവർ കട്ടും വരുന്നു. സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി ക്ഷാമം. വൈദ്യുതി തികയുന്നില്ല. കൊടും ചൂടിൽ മലയാളികൾക്ക് 8ന്റെ പണിയുമായി ഡാമുകളിൽ വെള്ളവും വൈദ്യുതി ഉൽപ്പാദനവും കുറഞ്ഞു. വേനലിൽ വൈദ്യുതി ഉപയോഗം അനിയന്ത്രിതമായി വർദ്ധിച്ചതോടെ സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ്ങിനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാത്രി വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചു. സ്വകാര്യ കമ്പനികളെ ആശ്രയിച്ചാണ് KEB വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുന്നത്. ഇതിനായി വൻ തുകയാണ് ചിലവിടുന്നത്. കേരളത്തിൽ താപനില ദിനംപ്രതി ഉയരുകയാണ്. നൂറുകണക്കിന് ആളുകൾക്ക് വിവിധ ജില്ലകളിൽ സൂര്യതാപം ഏൽക്കുകയും ചെയ്തു. താരതമ്യേന ചൂട് കുറഞ്ഞ ഇടുക്കി ജില്ലയിൽ പോലും സൂര്യാഘാതം ഉണ്ടായി. ചൂട് കൂടിയ പുനലൂർ, പാലക്കാട് പ്രദേശങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും താപനില എത്തി. ഇതിനിടെ ഫാൻ കൂടി ഇല്ലാതെ സാധാരണക്കാർ എങ്ങനെ കഴിയും? നേതാക്കളും സർക്കാർ ഉന്നതരും മന്ത്രിമാരുമെല്ലാം ജനറേറ്റർ വാങ്ങിവെച്ച് AC ഇട്ടുറങ്ങുമ്പോൾ കേരളത്തിലെ സാധാരണക്കാർക്ക് ചുട്ടുപഴുക്കുന്ന രാത്രികൾ വരാൻ പോവുകയാണ്. ഉരുകുന്ന വേനലിലേക്ക് കേരളം വന്നത് പ്രളയത്തിൽ നിന്നായിരുന്നു. വലിയ കാലാവസ്ഥാ മാറ്റങ്ങൾ ജീവിതം തന്നെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. 20 വർഷങ്ങൾ കഴിയുമ്പോൾ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം താങ്ങാനാകില്ലെന്നും കൃഷികൾ പോലും നന്നായി നടത്താനാകില്ലെന്നും പ്രവചനം വരുന്നു. മൺസൂണുകൾ അതീവ ശക്തി പ്രാപിക്കുകയും വേനൽ അതിരൂക്ഷമാവുകയും ചെയ്യും. ഇപ്പോൾ തന്നെ പകൽ 11 മണിക്കും ഉച്ചയ്ക്ക് 3 മണിക്കുമിടയിൽ വെയിലത്ത് ജോലി ചെയ്യുന്നതിന് വിലക്കുണ്ട്. ചൂടുകാലത്ത് പകരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചും പിന്തുടരേണ്ട ഭക്ഷണ രീതികളും സർക്കാർ സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ അറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.